നിനക്കെതിനിപ്പോ ഒരു ജോലി? അതിന്റെ ആവശ്യമൊന്നുമില്ല. ജോലി ചെയ്യുന്നതൊക്കെ കൊള്ളാം. വീട്ടിലെ കാര്യങ്ങൾ ആര് നോക്കും? അല്ല, കുട്ടികളുടെ കാര്യം ആര് നോക്കും? ജോലിക്ക് പോകുമ്പോ കൊള്ളാം. ഈ ജോലിക്കാര്യവും വീട്ടിലെ കാര്യവും ഇതെല്ലാം കൂടി നീ എങ്ങനെ കൊണ്ടുപോകും? നീ പറയുന്നത് നടക്കണ കാര്യമൊന്നുമല്ല. ഇങ്ങനെ ഒരു 100 കൂട്ടം ചോദ്യങ്ങൾ കേട്ട് നിങ്ങൾ സ്ത്രീകൾക്ക് മടുത്തിട്ടുണ്ടാവും അല്ലേ? എല്ലാത്തിനും പിറകിലുള്ള സൈലന്റ് സ്ട്രെങ്ത് ആണ് ഒരു സ്ത്രീ എന്ന് പല സന്ദർഭങ്ങളിലും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാര്യം പ്രശംസിക്കുന്നതാണെങ്കിലും ആ സൈലന്റ് എന്ന് പറഞ്ഞ വാക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ലോക്കാണ്. സ്ത്രീകളുടെ മുന്നേറ്റത്തിന് തടയിടാനായി ആണുങ്ങൾ ഉപയോഗിക്കുന്ന ഷുഗർ കോട്ടഡ് ആയുധങ്ങളാണ് ഇത്തരത്തിലുള്ള പഞ്ചാര വാക്കുകൾ. സൈലന്റ് സ്ട്രെങ്ത്തിൽ നിന്നും ദ ഇൻവേർട്ടബിൾ സ്ട്രെങ്തായി സ്ത്രീകൾ മാറിയിട്ട് കാലം കുറേയായി. അവർ ഇപ്പോൾ ഒരു അമ്മയോ ഒരു മകളോ അല്ലെങ്കിൽ ഒരു ഭാര്യയോ മാത്രമല്ല, ഇന്നവർ ലീഡേഴ്സാണ്, ഇന്നോവേറ്റേഴ്സാണ്, ട്രയൽ ബേഴ്സേഴ്സാണ്, അങ്ങനെ പലതുമാണ്. വലിയ വലിയ പുരോഗതികൾക്ക് സാക്ഷ്യം വഹിക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ സ്ത്രീകളെ സെക്കൻഡ് ക്ലാസ് സിറ്റിസണായി കാണുന്ന ഒരു വലിയ സമൂഹം ഇന്നുമുണ്ട്. അക്കൂട്ടത്തിൽ ആണുങ്ങൾ മാത്രമല്ല, സ്ത്രീകളും ഉൾപ്പെടുന്നു എന്നതാണ് വേദനിപ്പിക്കുന്ന ഒരു വസ്തുത. അത്തരത്തിലുള്ള ആളുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യങ്ങൾ സ്ത്രീകളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ജീവിതം 4 ചുമരുകൾക്കുള്ളിലോ അല്ലെങ്കിൽ 4 ആളുകളുടെ കാര്യങ്ങൾ നോക്കുന്നതിലൊക്കെ അങ്ങനെ ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ്. പക്ഷേ നിങ്ങളൊന്ന് നോക്കൂ, പല സ്ത്രീകളും ആ ചരിത്രം മാറ്റി എഴുതുന്നതിൻ്റെ തിരക്കിലാണ്. ഇത്രയും കാലം മെയിൽ ഡോമിനേറ്റഡ് ആയി നിന്നിരുന്ന ഇടങ്ങളിലൊക്കെ തന്നെ സ്ത്രീകൾ ഇന്ന് ധൈര്യത്തോടെ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ടെക്നോളജി, ഏവിയേഷൻ, പൊളിറ്റിക്സ്, ഓൺട്രപ്രണർഷിപ്പ്, അങ്ങനെ ഏത് മേഖല വേണമെങ്കിലും എടുത്തു നോക്കിക്കോളൂ. മുൻവിധികളെ പൊളിച്ചടക്കിക്കൊണ്ട് തന്നെ സ്ത്രീകൾ എല്ലായിടത്തും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഹയർ എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്ത് വർക്ക് ഫോഴ്സിൽ എത്തിപ്പെടുന്ന സ്ത്രീകളുടെ എണ്ണം ഇന്ന് വളരെ വളരെ കൂടുതലാണ്. പക്ഷെ ഇന്നും അവർ നേരിടുന്ന വെല്ലുവിളികൾക്കും കുറ്റപ്പെടുത്തലുകൾക്കും പരിഹാസങ്ങൾക്കും ഒന്നും യാതൊരു കുറവില്ല. ഇന്നും ഒരു സ്ത്രീ ഫാമിലിക്ക് മുകളിൽ കരിയറിനെ പ്ലേസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ തന്നെയായിരിക്കും കൂടുതൽ. പിന്നെ പുരോഗമനമായ ആളുകൾ പറയുന്നതാണെങ്കിലും സ്ത്രീകൾക്ക് കുടുംബവും കരിയറും എല്ലാം ഒരുമിച്ച് നോക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഒരു തരത്തിൽ സമൂഹം അവർക്ക് മുകളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രഷറാണ്. അത്തരത്തിലൊരു പ്രഷർ ഒരിക്കലും സമൂഹത്തിലെ ആണുങ്ങൾക്ക് നേരിടേണ്ടി വരുന്നില്ലല്ലോ. ഇത്തരത്തിലുള്ള പല സോഷ്യൽ ചാലഞ്ചസിനെയും നേരിട്ട് മുന്നേറുക എന്നത് ഒരിക്കലും എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ വർഷത്തിൽ ഒരു വുമൻസ് ഡേ മാത്രമല്ല, എല്ലാ ദിവസവും ആഘോഷിക്കപ്പെടേണ്ടവരാണ് സ്ത്രീകളെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ടൈം ടേബിളിൽ തങ്ങളുടേതായ ഒരു പൊസിഷൻ ഡിമാൻഡ് ചെയ്ത് നേടിയ, ഇപ്പോഴും അതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സ്ത്രീകളെയും നമുക്ക് ഈ ഘട്ടത്തിൽ ഓർക്കാം. ആൻഡ് ഹാപ്പി വുമൻസ് ഡേ ടു ഓൾ ദ എക്സ്ട്രാ ഓർഡിനറി വുമൺ ഔട്ട് ദെയർ. താങ്ക് യു.